BJP ഇന്നലെയും ഇന്നുമായി ചെയ്തത് NSSനെ വെല്ലുവിളിക്കുകയാണ്. ഒരൊറ്റ കാര്യമേ ഇന്ന് അവിടെ എടുത്തു പറഞ്ഞുള്ളൂ. പഴയ നാമജപ ഘോഷയാത്ര മറക്കരുത്. അന്ന് നിങ്ങൾ തുടങ്ങി വെച്ച ഘോഷയാത്ര ഞങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങൾ സമരം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരുപാട് പേർ ഇപ്പോഴും പോലീസ് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് മറന്നോ ശ്രീ സുകുമാരൻ നായർ എന്നാണ് ഇന്ന് BJP നേതാക്കൾ ചോദിച്ചത്. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരൻ ചോദിച്ചത്. അത് വളരെ 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 വ്യക്തമാണ്. കാരണം NSS ഈ കാര്യത്തിൽ സഹകരിക്കുകയും ശബരിമലയുടെ പേരിൽ ഒന്നിക്കുകയും ചെയ്യുമ്പോൾ BJP ആ മേഖലയിൽ അപ്രസക്തമാകും. കോൺഗ്രസിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാത്തിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം കോൺഗ്രസ് ആ വിമർശനം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തുടരെ കോൺഗ്രസിൻ്റെ വിമർശനമൊന്നും കണ്ടില്ല. അവിടെ കോൺഗ്രസ് അത് വിട്ടു. പക്ഷേ BJPക്ക് ഇത് വിടാൻ പറ്റില്ല. അപ്പോൾ ആകെ തുക എന്താണ്? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിവെച്ചത് ആരാ? NSS ജി സുകുമാരൻ നായരാ. ശബരിമലയിൽ നാമജപ ഘോഷയാത്ര നടത്തിയവരാ. അന്ന് നവോത്ഥാന സമിതി നടത്തിയവരെ കൊണ്ട് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും എന്നാണ് ഇന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അല്പം റഷീദ് കണിച്ചേരി പറഞ്ഞത് ആചാരവിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യില്ല. NSS എന്താണ് ഇന്ന് നിതിൻ കണിച്ചേരി. അതുപോലെ തന്നെയാണ് ഇന്ന് NSS എന്നാ പറഞ്ഞത്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമാവാം, കൂടെ ഭക്തരും വേണം. അതായത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കടിച്ച പാമ്പിനെ 8 വർഷങ്ങൾക്ക് ശേഷം വിളിച്ച് വിഷമിറക്കിയിരിക്കുകയാണ് NSSനെ സമ്മതിക്കണം, ഇലക്ഷൻ കാലമായതുകൊണ്ട്.